ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ആധാറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ്. നല്ല വെയിലുണ്ട്, കുറേ ദൂരം ഇങ്ങനെ നടക്കണം. രാവിലെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഒരു കടന്ത തന്നെ കൊട്ടി കേട്ടോ. കൊട്ടിയെന്ന് പറഞ്ഞാൽ രാവിലെ തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചാക്കിൻ്റെ ഇടയിൽ ഇരുന്നു ഒരു കടന്ത. പിന്നെ അതിൻ്റെ മൂട്ടിൽ ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ തലയിൽ നിന്ന് പുകയൊക്കെ വരില്ലേ, അതുപോലെ കടന്ത മൊത്തത്തിൽ ഇളകി ഒരെണ്ണം നല്ല സ്ട്രോങ് ആയിട്ട് ആണ്. എങ്കിലും കുഴപ്പമില്ല. എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചാണ് പോണത് കേട്ടോ. ഈ ഐക്യമൊന്നും വീട്ടിൽ ചെന്നാൽ കാണൂല. അവിടെ ചെന്നാൽ ഭയങ്കര അടിയാണ് രണ്ടെണ്ണം കൂടെ. എവിടെ പോയാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും. ഇതാണ് ഇവിടുത്തെ ഇരട്ടക്കുളത്തിൽ ഒരെണ്ണം. ഇരട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാവും, വിളപ്പിശാല ഇരട്ടക്കുളം. ഇതാണ് ഒരെണ്ണം. ഇവിടെ ആൾക്കാർ തുണിയൊക്കെ നനയ്ക്കും. മറ്റൊരു കുളം ഇവിടെ ഇപ്പം നല്ലതിലൊക്കെ വൃത്തിയാക്കി. തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് പൂക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ജമന്തി പൂക്കളൊക്കെ. അപ്പോൾ ഇവിടെ ഈ സൈഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ നനയ്ക്കൊന്നുമില്ല. ഇത് അഴുക്ക വെള്ളമൊക്കെ മാലിന്യം ഒക്കെ ഒഴുകി വരാറുണ്ട്. അതുകൊണ്ട് ഇവിടെയൊന്നും അങ്ങനെ ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ നമ്മൾ നടന്ന് അക്ഷയയിലോട്ട് എത്തിയിട്ടുണ്ട്. അക്ഷയയിലൊക്കെ പോയിട്ട് നേരെ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് താമസിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എന്താ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെളിയിലോട്ട് ഇറങ്ങി. വേറെ ഒന്നുമില്ല, ഇവിടെ കുറച്ച് മാങ്ങ നിൽക്കണം. അപ്പം എന്താ പറയുക, നല്ല വലുതായി മറ്റേ വെള്ളരി മാങ്ങയാണ് കേട്ടോ. അപ്പം നമ്മളത് പറിക്കാനായിട്ട് കവറൊക്കെ എടുത്തിട്ടുണ്ട്. കവറ് പിന്നെ അമ്മ പോയി ചക്കയും പിടിച്ചോണ്ടിരിക്കണ്. ചക്ക പഴുത്തേട്ടാ, ചെറിയ ചക്ക, നല്ല മധുരമാണ് ഈ ചക്ക. കുറേ വീണേട്ടാ, അതിൽ ഇഷ്ടം പോലെ നിൽക്കണമുണ്ട്. ലൈൻ കമ്പി ഇടക്കണമുണ്ട്. അതിൻ്റേതായിട്ടുള്ള രീതിക്കേ പറിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കാടും കൂടെ ആയതുകൊണ്ട് ബാക്കിൽ ഞാൻ നിൽക്കുന്നു. നല്ല ചക്ക, അതുകൊണ്ട് അസല് ചക്ക നിൽക്കണുണ്ട്. വില ഞാൻ നോക്കാം. എൻ്റെ തല പിതുങ്ങളുണ്ട്. ഇത് പഴുത്താ, നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ. ഇല്ലേ, ഒരു മാങ്ങ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മാക്സിമം ഇതിൻ്റെ വലിപ്പം. നല്ല കറയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മാക്സിമം വലിപ്പം. തല താഴെയൊക്കെ വീണ് ഉണ്ടോ ഒരു മാങ്ങ വീഴണം. ഇതാണ് മാക്സിമം വലിപ്പമുള്ളത്. അപ്പോൾ ഫുള്ളിവിടെ നിന്ന് ഇനി നിൽക്കുന്നത് അങ്ങ് അവിടെ നിൽക്കണം. അപ്പം ഇത് പറിച്ച് കവറിലാക്കണം. ശരിക്കും മാങ്ങ ഉണ്ടായിരുന്നു. ചെറിയൊരു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലുണ്ട്. ചെറിയൊരു മാവാണ്. പക്ഷെ പ്രാവശ്യം ശരിക്കും കാച്ചു കേട്ടോ. കുറേ നമ്മൾ പറിച്ച് നമ്മൾ മീനിലൊക്കെ ഇടും. പിന്നെ അച്ചാറിട്ട് കുറച്ച് രണ്ടു മൂന്നേർക്കൊക്കെ കൊടുത്ത്. ചുമ്മാ നമ്മൾ ഇട്ടിരുന്നാലും വെള്ളരി മാങ്ങയാണ്ട് പെട്ടെന്ന് പഴുക്കൂലേ, അതുകൊണ്ടങ്ങനെ ഇട്ട്. ഇത് റോഡ് സൈഡായതുകൊണ്ട് ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോവും. നമ്മൾ മാങ്ങ തള്ളിയിട്ടേട്ടാ. നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം എത്ര മാങ്ങ കിട്ടിയെന്ന്. ഇത് പറക്കണതാണ്. നമ്മൾ പറക്കിയിട്ട് ഫുള്ള് കാണിച്ചു തരാം. ഓക്കെ, മാങ്ങ കയ്യിൽ എന്തോ കുത്തി കേട്ടാ. കയ്യിൽ മുള്ളായിരിക്കും. വേറെ മുള്ള് വേണ്ട. ഇപ്പം തന്നെ ഇത്രയും ഉണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചു തരാം. കുറച്ച് ഇതായിട്ട് എന്താ പറയുക, കുറച്ച് കാട്ടിൻ്റെ ഇടയിൽ കിടക്കണോണ്ടേ നമുക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് പറക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ലേ നല്ല വെയിറ്റും ഉണ്ട്. അത് എനിക്ക് വെയിറ്റ് ആണെന്നാണ് പറഞ്ഞുകൂടാ. കാണിച്ചു തരാം.
മാങ്ങ പറക്കാനായിട്ട് താഴോട്ട് പോവുകയാണ്. നമ്മളിവിടുത്തെ റോഡാണ് കേട്ടോ, കാണിച്ചു തരാം. വണ്ടി പോകണം. ഇതാണ് റോഡ്. നമ്മളുള്ള എല്ലാം കൂടെ പറക്കിയെടുത്തു. മധുരം അത്രയ്ക്കില്ല, കുഴപ്പമില്ല. ഓവർ മധുരമല്ല. ആക്രാന്ത മൂത്ത് തിന്നണം. പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ ബൈ.